ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ വീണ ടീയുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണങ്ങളും പരിശോധനകളും ഒക്കെ നടക്കുമ്പോൾ വളരെ നേരത്തെ തന്നെ CPM എടുത്തിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പൊസിഷനാണ് ഇത്. പിണറായി വിജയനെ ലക്ഷ്യമിട്ട് നടത്തുന്ന നീക്കമാണ്. ഇഡിയിലൂടെ കേന്ദ്ര സർക്കാർ അതല്ലെങ്കിൽ BJP ലക്ഷ്യമിടുന്നത് പിണറായി വിജയനാണ്. ഇത് അവർ ഇന്നലെ പറഞ്ഞതല്ല, നേരത്തെ മുതൽ തന്നെയുള്ള അവരുടെ ഒരു രാഷ്ട്രീയ നിലപാടാണത്. അതുകൊണ്ട് ഞങ്ങൾ ഇതിന് നിന്നു കൊടുക്കില്ല എന്ന നിലപാട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ ഡയറിയിലുള്ള പേരുകൾ സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകുകയാണെങ്കിൽ ആ അന്വേഷണത്തിന് സ്വാഭാവികമായി ഈ രാഷ്ട്രീയ ഭേദമന്യേ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പല പൊതുപ്രവർത്തകരിലേക്ക്, ഇപ്പോൾ നേരത്തെ ശ്രീ PK ഗോപൻ പറഞ്ഞതുപോലെ പല ആളുകളുടെയും പേരുകളുണ്ട്, മാധ്യമ പ്രവർത്തകരുടെയും മാധ്യമ സ്ഥാപനങ്ങളുടെ പേരുകളുണ്ടെന്ന് പറയുന്നു. ചുരുക്കെഴുത്തുകളിൽ കടക്കുന്ന ആ പേരുകളിലേക്കൊക്കെ അന്വേഷണം പോവുകയാണെങ്കിൽ ഇത് ആ അന്വേഷണത്തെ തടയാൻ ഏതെങ്കിലും തരത്തിൽ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് K മുരളീധരൻ പറഞ്ഞു ഞങ്ങൾക്ക് യോജിപ്പില്ല, ഇങ്ങനെയല്ല, ഈ ഇഡിയുടെ ഈ രീതികളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന്. പക്ഷേ ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ഘടകകക്ഷി നേതാക്കളിൽ നിന്നോ മുഖ്യമന്ത്രിയിൽ നിന്നോ ആ തരത്തിലൊരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇഡിയുടെ റെയ്ഡിൻ്റെ കാര്യത്തിൽ എന്താണ് ഈ സർക്കാരിൻ്റെ നിലപാട്, അല്ലെങ്കിൽ UDFന്റെ നിലപാട് എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. ശ്രീ ജിൻഡോ ജോൺ, താങ്കൾക്ക് വ്യക്തതയുണ്ടോ? അല്ല, ഞാൻ അതിലേക്ക് വരാം. ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ പറഞ്ഞതുപോലെ എന്നല്ല, CPM ആരോപിക്കുന്നത് പോലെ പിണറായി വിജയനാണ് ഇഡിയുടെ ലക്ഷ്യമെങ്കിൽ ലൈഫ് മിഷന്റെ കേസിൽ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി 112 ദിവസം ജയിലിൽ കിടന്നു. എന്തേ പിണറായി വിജയനെ വിളിച്ച് ചോദ്യം ചോദിക്കാതെ ഇതുപോലൊരു അന്വേഷണം നടക്കാതെ പോയി? സ്വർണ്ണക്കടത്ത് കേസിൽ നരേന്ദ്രമോദി തൃശ്ശൂർ വന്ന് പ്രസംഗിച്ചതാണ് ഏത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച സ്വർണം കടത്തിയെന്ന് അറിയാമെന്ന്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വരെ അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ചോദ്യം ചെയ്യാതിരുന്നത്? ലാവ്ലിൻ കേസ് 38 തവണയാണ് CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹാജരാകാതെ സുപ്രീം കോടതിയിൽ മാറ്റിവെക്കപ്പെട്ടത്. അപ്പൊ പിണറായി വിജയനെ നേരിട്ട് കൈകാര്യം ചെയ്യാനായിരുന്നു എങ്കിൽ ഇതൊക്കെ ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ല. ഇനി അതിനപ്പുറത്ത് പിണറായി വിജയൻ ഭരിക്കുന്ന 10 വർഷക്കാലം പിണറായി വിജയനും BJPയും തമ്മിലുള്ള ധാരണയുടെ പുറത്താണോ ഇതൊന്നും അന്വേഷിക്കാതെ പോയതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം അവർ പറയണം. എനിക്ക് ആ കാര്യത്തിൽ ഒരു കാര്യം പറയാനുള്ളത്, ഈ CPMന് വേണ്ടിയിട്ട് വന്ന പൊതുജനങ്ങളാണ് ഈ അക്രമം നടത്തിയെന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ആരും തയ്യാറാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പാർട്ടിക്കാർ പോലും. ബീഡി തൊഴിലാളികൾ, ചെത്ത് തൊഴിലാളികളൊക്കെ പിണറായി വിജയനെ എടുത്തുകൊണ്ട് നടന്നു എന്ന് പറയുന്നു. ആ ചെത്ത് തൊഴിലാളികളോടും ബീഡി തൊഴിലാളികളും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ടുള്ള പിണറായി വിജയന് പറയാൻ പറ്റുമോ എൻ്റെ മകൾ കൊടുത്ത സേവനം ഇതാണ്? ഇനി അച്ഛന്റെ പാർട്ടിയുടെ അടിക്കല്ല് വരെ തകർക്കുന്ന സമയത്ത് മകൾക്ക് പറയാൻ പറ്റുമോ ഞാൻ ചെയ്ത സേവനം ഇതാണെന്ന്? അത് പറയാൻ പറ്റില്ല. ഇവിടെ ചോദ്യം ചോദിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. കാരണം ഒരു പൊതുമേഖലാ സ്ഥാപനം, അതായത് കേരള സർക്കാരിന്റെ സ്ഥാപനമായിട്ടുള്ള KSIDCക്ക് 10-15% ഷെയറുള്ള CMRL കമ്പനിയിൽ നിന്ന് അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇങ്ങനെ മാസപ്പടിയായിട്ട് പണം കൊടുത്തത് എന്തിനാണെന്നുള്ള ചോദ്യം റെലവന്റ് ആണല്ലോ, അത് വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണല്ലോ. അവിടെ ഇഡിയുടെ നടപടിക്രമങ്ങളെ കുറിച്ചിട്ട് കേരളത്തിൽ നല്ല ഇന്ത്യയിലെമ്പാടും ഞങ്ങൾക്ക് ഒരു പക്ഷമേ ഉള്ളൂ. ഇഡി വരുന്നത് നരേന്ദ്രമോദിയുടെ കേടിപ്പണി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആളുകളെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കി വൈറ്റ് വാഷ് ചെയ്ത് BJPയുടെ ചേരിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു സാധ്യത പിണറായി വിജയന് ഉണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. മകന് വന്ന ഇഡി നോട്ടീസ്, മകളുടെ മാസപ്പടി കേസ്, SFI അന്വേഷണം, ഇഡിയുടെ അന്വേഷണം, അച്ഛന്റെ ലാവ്ലിൻ കേസ്, ലൈഫ് മിഷൻ കേസ്, സ്വർണ്ണക്കടത്ത് കേസ്, ഇത്തരം കേസുകളൊക്കെ ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ തല നരേന്ദ്രമോദിയുടെ കക്ഷത്തിലാണോ എന്നുള്ള സംശയം നിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയുന്നു, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരെ അവരുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ പേരിൽ അവരെ എല്ലാ രീതിയിലും വരിഞ്ഞു മുറുക്കിക്കൊണ്ട് BJPയിലേക്ക് കൊണ്ടുപോകാനോ അവർക്ക് വേണ്ടി പണിയെടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഏജൻസിയായിട്ട് ഇഡി തരം താഴാൻ പാടില്ല. അതിനപ്പുറത്ത് അഴിമതി കേസുകൾ അന്വേഷിക്കപ്പെടണം, കൃത്യമായിട്ട് അതൊക്കെ വിചാരണ ചെയ്യപ്പെടണം. അതിനപ്പുറത്ത് ഒരു നിലപാട് ഇഡിക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇഡി സംശയകരമായ നിലപാടാണ് എടുക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കരുവന്നൂരിലെ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താനും റെയ്ഡ് നടത്താനും വന്ന ആളുകൾ അന്ന് AC മൊയ്തീന്റെ വീട്ടിൽ നിന്ന് രേഖകൾ പിടിച്ചെടുത്തു. AC മൊയ്തീൻ അടുത്ത നിമിഷം തന്നെ ജയിലിൽ പോകുമെന്നുള്ള പ്രതീതിയൊക്കെ സൃഷ്ടിച്ചു. എന്നിട്ട് കരുവന്നൂരിലെ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്ത് നടപടിയാണ് ഇഡി എടുത്തത്? ഇഡിക്ക് ഈ രാജ്യത്ത് യാതൊരു വിശ്വാസ്യതയും ഇല്ല എന്ന് നിലനിൽക്കുമ്പോൾ തന്നെ പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയിലിന് അത്രയും പോലെ വിശ്വാസ്യതയില്ല. അപ്പൊ ഇവർ രണ്ടും വിശ്വാസ്യതയുടെ കാര്യത്തിൽ ഒരു പക്ഷത്ത് തന്നെയാണ്. കേരളത്തിൽ ഒരു മനുഷ്യർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതിനപ്പുറത്ത് നിങ്ങൾ ചോദിക്കുക അന്വേഷിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.